അപ്പൊ എല്ലാരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് അത്ഭുത ദീപ് 2. അപ്പൊ എങ്ങനെയാണ് ആ സിനിമ നമ്മളിലേക്ക് പെട്ടെന്ന് എത്തോ, ഷൂട്ടിംഗ് തുടങ്ങിയോ? ദൈവാനുഗ്രഹം ആണ്. കാരണം അത്ഭുതദ്വീപ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച. അപ്പം അത്ഭുതദ്വീപിന്റെ സെക്കൻഡ് വരിക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉള്ളിലെ ആഹ്ലാദം എത്ര എന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വിനയ് സാർ അത് അനൗൺസ് ചെയ്തു. അത് എൻ്റെ പണിപ്പുരകൾ നടന്നുകൊണ്ടിരിക്കുകയെന്നാണെന്ന് അറിഞ്ഞത്. പഴയ ടീം തന്നെ വീണ്ടും നമുക്ക് കാണാൻ പറ്റുമെന്ന് തന്നെ അറിയാം. പക്ഷെ ജഗതി ചേട്ടനെ പോലുള്ള അതിൻ്റെതായ കലാകാരന്മാരില്ലാത്തതിൻ്റെ ഒരു ഇതുണ്ടായിരിക്കും. അതൊരു വിഷമമാണ്. എന്നാൽ തന്നെ ഈ സിനിമ വേറൊരു കാര്യമുണ്ട്. അന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഈ ആനിമേഷൻ സെറ്റപ്പ് ഇല്ല, മനസ്സിലായ? അന്നെന്ന് പറഞ്ഞാൽ നാച്ചുറൽ, ഒരുവിധം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൊണ്ട് ഇതാക്കുന്നത്. പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ ഹൈലി ഇതിൽ തന്നെ ചെയ്യാവുന്ന ഭയങ്കര ആനിമേഷൻ സെറ്റപ്പിൽ തന്നെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഹോളിവുഡിലൊക്കെ പറയുന്ന ഒരു ടൈപ്പ് കഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത്ഭുത ദ്വീപ്. ചെറിയ മനുഷ്യരും പിന്നെ അതിലും വലിയ മനുഷ്യരും. പക്ഷെ അത് ശരിക്കും നമ്മുടെ എല്ലിപ്പുട്ട് ആദ്യത്തെ ഇതില്. അപ്പം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിയൽ ലൈഫിൽ ഇതേപോലെ ആൾക്കാരുണ്ട്, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുമ്പോ തന്നെ അതൊരു വേറൊരു നമുക്ക് പറയാ എന്താ പറയാ മലയാള ചരിത്രത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് സിനിമ. ഒരു സത്യം പറയട്ടെ, ഞാന് ശരിക്കും പറഞ്ഞാൽ ഈ അത്ഭുതദ്വീപിന് മുമ്പ് എന്നെ ഒരു ഹോളിവുഡ് ഇതിനകത്ത് സെലക്ട് ചെയ്തതാണ്. അതെ, അത് ഗോഡ്സ് ഓഫ് ദി റിംഗ് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയായിരുന്നു. അപ്പൊ അതിൻ്റെതായ ഇത് കണ്ടുകൊണ്ട് സമീർ ഭരദ്വാജ് എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലെ ഒരു ഡയറക്ടർ, അദ്ദേഹം ഇന്റർനെറ്റിലൂടെ പരസ്യപ്പെടുത്തി ഇങ്ങനെ പൊക്കം കുറഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ പൊക്കം കുറഞ്ഞവരുടെ ഹോളിവുഡ് പടം ഇറങ്ങാൻ പോവുകയാണ്, അതുകൊണ്ട് അതിനെ താല്പര്യമുള്ളവരെ അയക്കാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നെറ്റിലൂടെ ആയിരുന്നു. അങ്ങനെ ഞാനും ഇമെയിൽ അയച്ചു, എനിക്ക് സെലക്ഷൻ കിട്ടിയതാണ്. പക്ഷെ അത് കഴിഞ്ഞാണ് അത്ഭുതദ്വീപ് ഇവിടെ തുടങ്ങിയത്. അപ്പൊ അവിടുത്തെ ഇത് അവർ ചിലപ്പോ ചിന്തിച്ചു കാണും അത്ഭുതദ്വീപ് ഇറങ്ങിയല്ലോ, അങ്ങനെയാണോ എന്താണെന്ന് അറിയത്തില്ല. ആ ഒരു പ്രോജക്റ്റ് പിന്നെ അത് ഉപേക്ഷിച്ചു. അപ്പൊ പക്ഷെ അവിടെ പോയാലും ഇവിടെ അങ്ങനെ മനസ്സിൽ വെക്കുന്ന ഒരു സിനിമ നമുക്ക് ഉണ്ട്, നമുക്ക് കിട്ടി. അത് ദൈവാനുഗ്രഹമാണ്. കാരണം അത് മാത്രമല്ല, അതിനകത്ത് നല്ലൊരു ക്യാരക്ടർ എനിക്ക് ജഡരാജകുമാരൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, പിന്നെ ഒരിടത്തൊരിടത്തു നിന്നുള്ള പാട്ട് സീനിൽ മുട്ടയടിച്ചിട്ട് രണ്ട് തടി വണ്ണമുള്ള ഇടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ അങ്ങനെ 2 റോളാണ് എനിക്ക് അദ്ദേഹം തന്നത്. അപ്പോ എല്ലാം കൊണ്ടും അത്ഭുതദ്വീപ് ഇറങ്ങിയത് നമുക്ക് വലിയൊരു മാറ്റമാണ്. പക്ഷെ ബോളിവുഡിൽ ഇറങ്ങിയിരുന്നെങ്കിൽ അത് വേറൊരു ചരിത്രം ഉണ്ടായേനെ. ഇപ്പൊ ഈ സിനിമ ഇറങ്ങാൻ വന്നു, അപ്പൊ ഇനി വേറെ പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഇപ്പം എയർ കാസ്മിക്ക ഡയറക്ട് ചെയ്യുന്ന മറ്റേ കൈലേഷ് നായകനായ അർജുൻ ബോധി എന്ന് പറഞ്ഞൊരു പടം വരാനിരിക്കുന്നു. പിന്നെ ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞത് പാ വിജയ് എന്ന് പറഞ്ഞ തമിഴിലെ അറിയപ്പെടുന്ന ഡയറക്ടർ. അദ്ദേഹത്തിന്റെ പടത്തിന്റെ പേര് ഇട്ടിട്ടില്ല, സത്യരാജ് സാറാണ് അതിന്റെ നായകൻ. തമിഴ് മൂവി അതിപ്പോ തീർന്നു കഴിഞ്ഞു. പിന്നെ വേറെ പ്രോജക്റ്റ് ഉണ്ട്, അതിങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഒരുപാട് ക്യാരക്ടേഴ്സിലൂടെ നമുക്ക് മുന്നിൽ എത്താൻ പോവുകയാണല്ലേ? നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവണം, ഈ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ 6th ഫെബ്രുവരി നമ്മുടെ സിനിമ റിലീസിന് റെഡിയാണ്. എന്ത് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇതൊരു റിയൽ സ്റ്റോറിയാണ്. അപ്പം ഈ സ്റ്റോറി അതേപോലെ പകർത്താൻ ഒരിക്കലും സാധിക്കുകയില്ല. സിനിമയ്ക്ക് സിനിമയുടേതായ ഒരു കൂട്ടുണ്ട്, ഒരു ചേരുവകളുണ്ട്. അതെല്ലാം ഇതിന്റെ അണിയറ പ്രവർത്തകർ ചേർത്തുകൊണ്ടാണ് ഇതില് ഈ സിനിമ രൂപീകരിച്ചിരിക്കുന്നത്. കാരണം ഫൈറ്റ്, നല്ല ഫൈറ്റ് 2 ഉണ്ട്, 6 പാട്ടുകൾ, നല്ല പാട്ടുകൾ, വളരെ അറിയപ്പെടുന്ന റൈറ്റേഴ്സും മ്യൂസിക് ഡയറക്ടേഴ്സും ഒക്കെ ചേർന്നുകൊണ്ടുള്ള 6 നല്ല പാട്ടുകൾ. അതിലൊരു പാട്ട് ഡാൻസ് കളിച്ച് പെർഫോം ചെയ്യാൻ എനിക്ക് പറ്റി. അരിസ്റ്റോ സുരേഷ് സാർ പാടുന്നൊരു പാട്ടുണ്ട്, അത് ഹിറ്റാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ നിറയെ ചേരുവകളുള്ള ഡാൻസും പാട്ടും പ്രേമസീനും പിന്നെ അവരുടേതായ റിയൽ സ്റ്റോറിയിലുള്ള ആ ഒരു അശ്ലഭ മുഹൂർത്തങ്ങളും ഉള്ള ഒരു നല്ലൊരു ചേരുവകളുള്ള നല്ലൊരു ചിത്രം തന്നെയാണത്. ദൈവം അനുഗ്രഹിച്ചാൽ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ പടം ഹിറ്റായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കറിയാം, പുലിമുരുകനിൽ അഭിനയിച്ച അജാസ് അന്ന് ആ പടത്തിന്റെ മെയിൻ സ്ട്രീമിൽ വന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയെ നിങ്ങളാണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ആ പടത്തിനുണ്ടായ സപ്പോർട്ട് ഈ പടത്തിനും ഉണ്ടാകണം.
എന്ന് താഴ്മയായി അപേക്ഷിക്കുക. അപ്പൊ ഈ പറഞ്ഞ പോലെ സിനിമയും വൻ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പൊ ചേട്ടനാണെങ്കിലും ഇതേപോലെ ഇപ്പൊ നമ്മൾ അത്ഭുതദ്വീപ് 2 വെയിറ്റ് ചെയ്യുവാണ്. അതേപോലെ വെറൈറ്റി ക്യാരക്ടേഴ്സിൽ നമ്മുടെ മുന്നിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.